കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി, ഈ രണ്ട് തിയറികളെ കുറിച്ച് നമുക്ക് പഠിക്കാം. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് കാർഡിനൽ നമ്പേഴ്സ്. അഥവാ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന് ആളുകളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവ്, അതല്ലേ യൂട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്? അല്ലേ? നമ്മൾ പറഞ്ഞു ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ മാംഗോസ്, ഇവക്ക് ഈ വ്യക്തിയുടെ ആവശ്യം നിറവേറ്റാനുള്ള കഴിവിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റിയെ നമുക്ക് അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റുമോ? ഒരാളുടെ എനിക്ക് കഴിഞ്ഞ കുറച്ച് മുമ്പ് ഞാൻ കുടിച്ച ജ്യൂസിൽ നിന്ന് അല്ലെങ്കിൽ ചായയിൽ നിന്ന് എനിക്ക് 50 യൂണിറ്റ് യൂട്ടിലിറ്റിയാണ് ലഭിച്ചത് എന്ന് പറയാൻ പറ്റുമോ? ഇത് നമ്പറിൽ ഇത് പറയാൻ പറ്റുമോ? യൂട്ടിലിറ്റിയെ നമ്പർ എന്ന നിലക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന ചോദ്യം. അത് പറ്റും എന്ന് വിശദീകരിക്കുന്ന ഒരു തിയറിയാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. മനസ്സിലായോ? കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിൻ്റെ സംതൃപ്തിയെ എണ്ണൽ സംഖ്യകൾക്കനുസൃതമായി അളക്കാൻ കഴിയും എന്ന വിശകലന സങ്കല്പത്തെ. മനസ്സിലായോ? എന്താണ്? ഉപഭോക്താവിന് ഒരു വസ്തുവിൽ നിന്ന് ലഭിക്കുന്ന യൂട്ടിലിറ്റിയെ, സംതൃപ്തിയെ, ഉപയുക്തതയെ എണ്ണൽ സംഖ്യ കൊണ്ട് പറയാൻ പറ്റും എന്ന് പറയുമ്പോൾ അവിടെ ഉദാഹരണം കാണാം. എന്താണ് ഉദാഹരണം? ഒരു ചോക്ലേറ്റ് നോക്കൂ, we can measure the utility derived from a chocolate and say this chocolate gives me 60 units of utility. കണ്ടോ? എന്തു പറയുന്നു? ഞാൻ ആ ചോക്ലേറ്റ് കഴിച്ചപ്പോൾ എനിക്ക് 60 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടി എന്ന് ഒരാൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ യൂട്ടിലിറ്റിയെ നമ്പർ കൊണ്ട് പറഞ്ഞു. ക്ലിയർ ആണോ? യൂട്ടിലിറ്റിയെ നമ്മൾ എങ്ങനെ പറഞ്ഞു? നമ്പർ കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ യൂട്ടിലിറ്റിയെ നമ്പർ കൊണ്ട് പറയാൻ പറ്റും എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ പറയാൻ പറ്റൂല, റാങ്ക് അനുസരിച്ച് ഓർഡിനൽ എന്ന നിലയ്ക്ക് പറയാൻ പറ്റൂ എന്ന് പറയുന്നു. അതാണ് അടുത്ത തിയറി, അത് പിന്നീട് പറയാം. മനസ്സിലായോ? ഇവിടെ എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറഞ്ഞാൽ? എന്താ? നമുക്ക് യൂട്ടിലിറ്റിയെ നമ്പർ കൊണ്ട് അളന്ന് പറയാൻ പറ്റും. ഇറ്റ്സ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ക്ലിയർ ആണോ? കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ത് ചെയ്യുന്നു? ഉപഭോക്താവിന്റെ സംതൃപ്തിയെ എണ്ണൽ സംഖ്യകളെ കൊണ്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് നമ്മൾ പറയും. ഞാൻ നേരത്തെ ആ ചായ കുടിച്ചപ്പോൾ എനിക്ക് 10 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കൂട്ടുകാരൻ പറയുന്നു, എനിക്ക് 20 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലേ എന്ന ചർച്ച, ആ ചർച്ചയിൽ അങ്ങനെ പറ്റുമെന്ന് പറയുന്ന വിശകലന സങ്കല്പങ്ങളെ, എക്സ്പ്ലനേഷൻ കൺസെപ്റ്റിനെ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ഇനി കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പറയുമ്പോൾ പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 ടേംസുകൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു. യൂട്ടിലിറ്റിയുടെ പ്രധാനപ്പെട്ട 2 സങ്കല്പങ്ങൾ പറഞ്ഞു. ഏതൊക്കെ? കാർഡിനൽ യൂട്ടിലിറ്റി, ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി. എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി? കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പറയുന്നത് ഒരു വസ്തുവിന്റെ യൂട്ടിലിറ്റിയെ ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഉദാഹരണം പറയാം. ഈ ചോക്ലേറ്റ് കൊണ്ട് എനിക്ക് ഇത്ര യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇനി കാർഡിനൽ യൂട്ടിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കേണ്ട 2 ടേമുകളാണ് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും. കണ്ടോ? എന്തൊക്കെ? ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. ക്ലിയർ ആണോ? എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ obtained from the consumption of all possible units of a particular commodity. നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി അനുസരിച്ച് എന്താ? അളവ് കൊണ്ട് പറയാൻ പറ്റുമെന്നല്ലേ എന്നല്ലേ? അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഒരു വസ്തു,
അതിൻ്റെ 1 യൂണിറ്റ് ഉപയോഗിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ ഒരു ഓറഞ്ച് തിന്നപ്പോൾ, ശ്രദ്ധിക്കുന്നുണ്ടോ, ഒരു ഓറഞ്ച് തിന്നപ്പോൾ എനിക്ക് 10 യൂട്ടിലിറ്റിയാണ് കിട്ടിയത്. എത്ര യൂട്ടിലിറ്റി കിട്ടി? അതല്ലേ കാർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത് യൂട്ടിലിറ്റിയെ നമ്പർ കൊണ്ട് അളക്കാൻ പറ്റുമെന്നാണ്. അതനുസരിച്ച് എനിക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടി? 10 കിട്ടി. രണ്ടാമത് ആർത്തിയോടെ ഞാൻ രണ്ടാമത്തെ ഓറഞ്ച് കയ്യിലെടുത്ത് തിന്നു. രണ്ടാമത് 1 യൂണിറ്റ് ഉപയോഗിച്ചു. ഇപ്പോൾ എനിക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടി? ടോട്ടൽ 18 കിട്ടി. ഈ ഉദാഹരണത്തിൽ അപ്പൊ രണ്ടാമത്തെ യൂണിറ്റിൽ എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി എത്ര? 8 ആണ്. ശ്രദ്ധിക്കണം, ടോട്ടൽ എനിക്ക് 18 യൂട്ടിലിറ്റിയാണ് ഇപ്പോഴുള്ളതെങ്കിൽ രണ്ടാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി 8 ആണ്. കാരണം യൂട്ടിലിറ്റി എന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. ആദ്യത്തെ വസ്തു ഉപയോഗിക്കുമ്പോൾ കിട്ടിയ അതേ സംതൃപ്തി അതേ വസ്തു രണ്ടാമത് ഉപയോഗിക്കുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, പൊതുവെ കുറയാനാണ് സാധ്യത. ഇനി അപ്പോഴും ഓറഞ്ചിനോടുള്ള എൻ്റെ ആർത്തി തീർന്നില്ല, താല്പര്യം തീർന്നില്ല. അതുകൊണ്ട് ഐ ടേക്ക് ഓൺ മോർ, 1 യൂണിറ്റ് കൂടി ഞാൻ എടുക്കുന്നു. മനസ്സിലായോ? 1 യൂണിറ്റ് ഓറഞ്ച് കൂടി ഞാൻ എടുക്കുന്നു. അപ്പോൾ എനിക്ക് യൂട്ടിലിറ്റി വീണ്ടും 6 യൂട്ടിലിറ്റി അധികം കിട്ടുന്നു. അപ്പോൾ എത്രയാകുന്നു? 24. ടോട്ടൽ യൂട്ടിലിറ്റി ആണ് കേട്ടോ എഴുതുന്നത്. നമ്മൾ എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വിശദീകരിക്കാനാണ് ഞാൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി? ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും കിട്ടുന്ന യൂട്ടിലിറ്റികളുടെ ടോട്ടൽ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ 24 എന്നത് രണ്ടാമത്തെ യൂണിറ്റിലും മൂന്നാമത്തെ യൂണിറ്റും ഒന്നാമത്തെ 3 യൂണിറ്റുകളും കൂടുമ്പോൾ ആകെ കിട്ടുന്ന ഉപയുക്തതയാണ്. മനസ്സിലായോ? ഇനി നോക്കൂ, നാലാമതൊരു യൂട്ടിലിറ്റി കൂടി, നാലാമതൊരു ഓറഞ്ച് കൂടി ഞാൻ തിന്നപ്പോൾ എനിക്ക് കിട്ടുന്നത് എക്സ്ട്രാ 4 യൂട്ടിലിറ്റിയാണ് എന്ന് കരുതുക. അപ്പോൾ ടോട്ടൽ എത്രയാകും? 28. നോക്കൂ, 28. വീണ്ടും ഒരു ഓറഞ്ച് കൂടി ഞാൻ കഴിക്കുന്നു. എനിക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടുന്നു? 2 യൂട്ടിലിറ്റി എക്സ്ട്രാ കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ 30. മനസ്സിലായോ? വീണ്ടും ഒന്നുകൂടി കഴിക്കുമ്പോൾ എൻ്റെ യൂട്ടിലിറ്റി അതിനോട് വലിയ താല്പര്യം ഒന്നും തോന്നാത്ത സ്ഥിതി. അപ്പോൾ എനിക്കതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എത്രയാ? 0 എന്ന് കരുതുക. മനസ്സിലായോ? ആറാമതൊരു ഓറഞ്ച് തിന്നപ്പോൾ 0. അപ്പൊ ടോട്ടൽ എത്ര? വീണ്ടും 30 തന്നെ. നമുക്കതിനോടുള്ള താല്പര്യം കുറഞ്ഞു വന്നു. ഇനി ഒന്നുകൂടി തിന്നാനുള്ള നിലവിലൊരു ശേഷി എനിക്കില്ല, താല്പര്യം എനിക്കില്ല. ഇനിയും തിന്നാൽ അതിനോട് വെറുപ്പാണ്, നെഗറ്റീവിലേക്ക് വരും. അപ്പൊ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. മനസ്സിലായോ? അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? The total satisfaction obtained from the consumption of all possible units of a particular commodity. ഒരു വസ്തുവിൻ്റെ, ശ്രദ്ധിക്കണം, ഒരു വസ്തുവിൻ്റെ സാധ്യമായ എല്ലാ യൂണിറ്റുകളുടെയും ഉപഭോഗത്തിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തി, അതിൻ്റെ മൊത്തം സംതൃപ്തിയെ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ക്ലിയർ ആണോ? ടോട്ടൽ യൂട്ടിലിറ്റി ക്ലിയർ ആണോ? ഇനി നമുക്കിനി പഠിക്കാനുള്ളത് വാട്ട് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ്. മാർജിനൽ യൂട്ടിലിറ്റി മനസ്സിലായോ? സീമാന്ത ഉപയുക്തത എന്ന് മലയാളത്തിൽ പറയും. മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഒരു വസ്തുവിൻ്റെ അധിക യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി. ശ്രദ്ധിക്കണം, നോക്കൂ, ശ്രദ്ധിക്കുന്നുണ്ടോ? നോക്കൂ, ഒന്നാമത്തെ യൂണിറ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി എത്ര? 10. രണ്ടാമത്തെ വസ്തു ഉപയോഗിക്കുമ്പോൾ കിട്ടിയ രണ്ടാമത്തെ വസ്തു മാത്രം, 1ഉം 2ഉം കൂട്ടിയിട്ടല്ല, 1ഉം 2ഉം കൂട്ടിയിട്ട് നമ്മൾ 18 എന്ന് പറഞ്ഞു അല്ലേ?
രണ്ടാമത്തെ വസ്തുവിൽ നിന്ന് മാത്രം കിട്ടിയ യൂട്ടിലിറ്റി എത്ര? 8. ദാറ്റ്സ് മാർജിനൽ യൂട്ടിലിറ്റി. മനസ്സിലായോ? മൂന്നാമത്തെ ഒരു അധിക യൂണിറ്റ് ഉപയോഗിക്കൽ കൊണ്ട് എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയെ എന്ത് വിളിക്കാം? മൂന്നാമത്തെ mu ആണ്. അതെത്ര? ഇവിടെ 6 ആണ്. മനസ്സിലായോ? ഇനി അടുത്ത ഒരു യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എത്ര? 4 ആണ്. ടോട്ടൽ 28 ആണ്. തൊട്ടു മുമ്പത്തെ യൂട്ടിലിറ്റി ഉപയോഗിക്കുമ്പോൾ 24 ആയിരുന്നു. ക്ലിയർ ആണോ? ഇനി ആ രൂപത്തിൽ നമ്മൾ ആ യൂട്ടിലിറ്റി mu എഴുതിയത് കണ്ടോ? ഇവിടെ പാഠഭാഗത്ത് കാണാം. കണ്ടോ? അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്നാൽ എന്ത്, മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുകയും വേണം, അത് നമുക്ക് എഴുതാൻ പറ്റുകയും വേണം. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക വസ്തുവിൻ്റെ സാധ്യമായ എല്ലാ യൂണിറ്റുകളുടെയും ഉപഭോഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മൊത്തം സംതൃപ്തിയെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. മനസ്സിലായോ? ഇനി mu എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സാധനത്തിൻ്റെ ഒരു യൂണിറ്റ് കൂടി അധികം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി, അതിനെ mu എന്ന് പറയാം. അവയെ വിശദീകരിക്കാൻ 2 ഇക്വേഷൻ നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റിയെ സൂചിപ്പിക്കാൻ TN എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് സൂചിപ്പിക്കാൻ TU. N എന്ന് പറഞ്ഞാൽ nth യൂണിറ്റ് എന്ന് പറയും. അഥവാ ഞാൻ 8ാമത്തെ ഓറഞ്ചിൻ്റെ യൂണിറ്റ് എന്നാണെങ്കിൽ ഈ N എന്നതുകൊണ്ട് ഉദ്ദേശം 8 എന്നാണ്. മനസ്സിലായോ? 5 ഓറഞ്ചേ ഞാൻ കഴിച്ചുള്ളൂ. അപ്പം 5 യൂണിറ്റ് ഓറഞ്ച് കഴിച്ചപ്പോൾ എത്ര ടോട്ടൽ യൂണിറ്റ് എന്നറിയാൻ TU 5 ആണ് കേട്ടോ. TU × 5. മനസ്സിലായോ? ഈ N എന്ന് സൂചിപ്പിക്കുന്നത് എത്ര യൂണിറ്റുകൾ കഴിച്ചു എന്ന് സൂചിപ്പിക്കാനാണ്. മനസ്സിലായോ? അപ്പോൾ TU എന്നതിനെ സൂചിപ്പിക്കാൻ അതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി കാണാനുള്ളൊരു സൂത്രവാക്യം നമ്മുടെ പാഠഭാഗത്ത് കാണാം. കണ്ടോ? TUN = mu1 + mu2 + അതെങ്ങനെ mu1 നോക്കൂ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദ്യത്തിൽ mu മാത്രം തന്നിട്ടുണ്ടാകും, TU തന്നിട്ടുണ്ടാകൂല. എങ്കിൽ TU ആദ്യം നമ്മൾ കണ്ടെത്തണം. TU എങ്ങനെ കണ്ടെത്താം? mu മാർജിനൽ യൂട്ടിലിറ്റി കൂട്ടി വരുമ്പോൾ, ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടും. ടോട്ടൽ യൂട്ടിലിറ്റി മാത്രം തന്നാൽ നമുക്ക് mu കണ്ടെത്താം. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ അതാണ് ആ 2 ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ടോട്ടൽ യൂട്ടിലിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? മാർജിനൽ യൂട്ടിലിറ്റി, 1ാമത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി പ്ലസ് 2ാമത്തെ വസ്തുവിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി പ്ലസ്, കണ്ടോ? അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? mu1 + mu2 + ഇങ്ങനെ എത്ര വസ്തുക്കളുണ്ടോ എന്നിട്ട് അവസാനം mun. n മീൻസ് 8 വസ്തുക്കളാണുള്ളതെങ്കിൽ അതുവരെ അത് പ്ലസ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടും. ഇനി നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കിട്ടണമെങ്കിലോ? മാർജിനൽ യൂട്ടിലിറ്റി കിട്ടാൻ വളരെ സിമ്പിളാണ്. mu(n) എന്ന വസ്തുവിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? n എത്രയാണ് എന്ന് നോക്കാം. അത് 8 ആണെങ്കിൽ നോക്കൂ, TUN -TUn-1. അതെങ്ങനെ കിട്ടും? നോക്കൂ, ഇവിടെ TUN എന്ന് പറയുന്നത് ഈ ഉദാഹരണത്തിൽ നമുക്ക് ഈ ഒരു യൂട്ടിലിറ്റിയാണ് കിട്ടേണ്ടതെന്ന് കരുതുക. 4 എന്ന് കാണുന്ന നമ്മുടെ ഉദാഹരണത്തിൽ 4 കണ്ടോ?
ആ യൂട്ടിലിറ്റിയാണ് കിട്ടേണ്ടതെന്ന് കരുതുക. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 4 എന്നുള്ളത് ടി യു എത്ര? 28 28ൽ നിന്ന് തൊട്ടു മുമ്പുള്ള യൂട്ടിലിറ്റി 24 അല്ലേ? 28ൽ നിന്ന് 24 കുറക്കണം. 24 കുറക്കണം എന്ന് എങ്ങനെ കിട്ടി? ടി യു എൻ, എന്നിൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നത് അതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി 24 അല്ലേ? മനസ്സിലായോ? അഥവാ ആ വസ്തുവിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് തൊട്ടു മുമ്പത്തെ വസ്തുവിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റിയെ കുറക്കുക. അതാണ് ഈ ഇക്വേഷൻ സൂചിപ്പിച്ചത്. n-1 എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പത്തെ വസ്തുവിൻ്റെ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റിയെ കുറക്കുക. അപ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. അതാണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദ n. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത്? അത് തന്നെ 2 തരത്തിൽ വിശദീകരിക്കാൻ പറ്റും. ഏതൊക്കെ തരത്തിൽ? കാർഡിനൽ യൂട്ടിലിറ്റി തിയറി, ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി. കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റുകൾ. ഒന്ന്, ടോട്ടൽ യൂട്ടിലിറ്റി എന്നാൽ എന്ത്? 2, മാർജിനൽ യൂട്ടിലിറ്റി എന്നാൽ എന്ത്? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ മൊത്തം യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി. മനസ്സിലായോ? അതേസമയം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ 1 യൂണിറ്റ് അധികം ഉപയോഗിക്കുമ്പോൾ, ശ്രദ്ധിക്കണം, 1 യൂണിറ്റ് അധികം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റി. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ഇനി അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്നാൽ എന്ത് എന്നാണ് വിശദീകരിച്ചത്. ഇവിടെ ഇനി നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒരു ലോ ഇവിടെ പഠിക്കാനുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ നിയമം മനസ്സിലാകണമെങ്കിൽ ഈ 3 ടേമുകൾ ക്ലിയറായി മനസ്സിലായിരിക്കണം. ഏത് ടേമുകൾ? യൂട്ടിലിറ്റി എന്നാൽ എന്ത്, ടോട്ടൽ യൂട്ടിലിറ്റി എന്നാൽ എന്ത്, അതോടൊപ്പം മാർജിനൽ യൂട്ടിലിറ്റി എന്നാൽ എന്ത്. ഈ 3 ടേമുകൾ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ്. മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്ന ഒരു സന്ദർഭം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? MU കുറഞ്ഞു വരുന്ന പ്രതിഭാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിരുന്നോ? നോക്കൂ, MU ആദ്യം എത്രയായിരുന്നു? 10. അടുത്ത ഘട്ടത്തിൽ MU എത്ര? 8. നെക്സ്റ്റ് എന്തുകൊണ്ടാണ് MU കുറഞ്ഞു വരുന്നത്? എന്തുകൊണ്ടാണ് MU അങ്ങനെ കുറഞ്ഞു വരാനുള്ള കാരണം? വസ്തുവിൽ നിന്ന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന വർധനവിൻ്റെ അളവ് കുറയുന്നു. അതല്ലേ MU? അല്ലേ? ഒന്നാമത്തെ വസ്തുവിൽ നിന്ന് എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി 10 ആണ്. അതേ അളവ് യൂട്ടിലിറ്റിയാണ് എനിക്ക് രണ്ടാമത്തെ വസ്തു ഉപയോഗിച്ചപ്പോൾ കിട്ടിയിരുന്നതെങ്കിൽ രണ്ടാമത്തെ വസ്തു കഴിയുമ്പോൾ എനിക്ക് കിട്ടേണ്ട യൂട്ടിലിറ്റി എത്രയായിരുന്നു? 20 ആയിരുന്നു. അല്ലേ? ഒന്നാമത്തെ വസ്തുവിൽ നിന്ന് എനിക്ക് 10 യൂട്ടിലിറ്റി കിട്ടി. അതേ യൂട്ടിലിറ്റിയാണ് എനിക്ക് കിട്ടിയിരുന്നതെങ്കിൽ രണ്ടാമത്തെ വസ്തു ഉപയോഗിക്കുമ്പോൾ എനിക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടണമായിരുന്നു? 20. 3 വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എത്ര കിട്ടണമായിരുന്നു? 30. പക്ഷെ അങ്ങനെ യൂട്ടിലിറ്റി ഉണ്ടാവോ? യൂട്ടിലിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന വർധനവിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഒരേ അളവിലായിരിക്കൂല വർധനവ് ഉണ്ടാവുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന വർധനവിൻ്റെ അളവിലൊരു ക്രമാതീതമായ വർധനവല്ല ഉള്ളത്. അളവ് കുറഞ്ഞു വരുന്നതായി കാണാം. അതാണ് MUവിൽ നമ്മൾ കാണുന്നത്. ആദ്യം 10 യൂണിറ്റ് അധികം കിട്ടി, രണ്ടാമത്തെ വസ്തു ഉപയോഗിച്ചപ്പോൾ 8 യൂണിറ്റ് അധികം കിട്ടി, മൂന്നാമത്തെ വസ്തു ഉപയോഗിച്ചപ്പോൾ 6 യൂണിറ്റേ അധികം കിട്ടിയുള്ളൂ. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. ഒരു വസ്തു ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നതാണ്. ആ കുറഞ്ഞു വരുന്നു എന്ന ആ ഒരു പോയിന്റിനെ സൂചിപ്പിക്കാൻ
പറയുന്ന ഒരു വിഷയമാണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിങ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരുന്നു. മനസ്സിലായോ? അപ്പോൾ ഉപഭോക്താവ് ഒരു പ്രത്യേക സാധനത്തിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അധിക യൂണിറ്റുകളുടെ സീമാന്ത ഉപയുക്തത കുറഞ്ഞു വരുന്നു. കണ്ടോ? കുറഞ്ഞു വരുന്നു. ഇതിങ്ങനെ കുറഞ്ഞു വരുന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പോയിന്റാണ് എന്ത്? ഡിമിനിഷിങ്. ശ്രദ്ധിക്കണം, ഡിമിനിഷിങ്. എന്താണ് ഡിമിനിഷ് ചെയ്യുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി അല്ലേ? മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു. മനസ്സിലായോ? ഇങ്ങനെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും എന്ന് സൂചിപ്പിക്കുന്ന നിയമത്തെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. ക്ലിയർ ആണോ? എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ? മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു എന്നതാണ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു. അതിന്റെ കാരണം കൂടി നമ്മൾ വിശദീകരിച്ചതാണ്. ക്ലിയർ അല്ലേ? മാർജിനൽ യൂട്ടിലിറ്റി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? കുറഞ്ഞു വരുന്നു. അതാണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും എന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു നിയമത്തെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. ഓക്കെ? അപ്പോൾ എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നത്? നോക്കൂ, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് as the consumer takes more and more units of a particular commodity, ഒരേ വസ്തുവിൻ്റെ അധികം വീണ്ടും അതിൻ്റെ യൂണിറ്റുകൾ വീണ്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ, കൂടുതലായി ഒരു വസ്തുവിൻ്റെ യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയുടെ അളവ്, ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് അഡീഷണൽ യൂണിറ്റ്സ് ഗോസ് ഓൺ ഡിമിനിഷിങ്, അത് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന നിയമത്തെ എന്ത് പറയുന്നു? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നു. ശ്രദ്ധിക്കണം, വാട്ട് ഈസ് യൂട്ടിലിറ്റി, വാട്ട് ഈസ് കാർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ യൂട്ടിലിറ്റി പഠിക്കുമ്പോൾ എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി, എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്നു എന്ന് തെളിയിക്കുന്ന നിയമത്തെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി തിയറിയെ സൂചിപ്പിക്കുന്ന ഒരു ഡയഗ്രാം നമ്മുടെ പാഠഭാഗത്ത് കാണാം. കണ്ടോ? ഒരു ഡയഗ്രാം കണ്ടോ? ആ ഡയഗ്രാം സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഇവിടെ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ ഈ ഭാഗത്ത് എക്സ് വൈ, അവിടെ യൂണിറ്റ് ഏതാ കൊടുത്തിട്ടുള്ളത്? ഇവിടെ 1, 2, 3 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ശ്രദ്ധിച്ചോ? ഇനി ഈ ഭാഗത്ത് നമ്മൾ 5, 10 ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ എന്താ പഠിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു, ഡിമിനിഷ് ചെയ്യുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ഡയഗ്രാമാണ് വരക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ടി യു കൊടുക്കുന്നു. ടി യു എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ യൂട്ടിലിറ്റി. ഈ ഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? എം യു കൊടുക്കുന്നു. നോക്കൂ, ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ടി യു എത്രയാ? നമ്മുടെ ഈ ഡയഗ്രാം വെച്ച് നോക്കൂ, ഇവിടെ ഒന്നാമത്തെ യൂട്ടിലിറ്റി 10 ആണ് അല്ലേ? ടോട്ടൽ യൂട്ടിലിറ്റി 10 ആണ്. 10 സൂചിപ്പിക്കുന്ന പോയിന്റ് എവിടെ? ശ്രദ്ധിക്കണം, ഒന്നാമത്തെ യൂണിറ്റിനെ 10ഉം ബന്ധിപ്പിക്കുന്ന ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. കണ്ടോ? ഇനി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാ?
നമ്മുടെ പാഠപുസ്തകത്തിൽ മാർക്കറ്റിൽ 2 തരം പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അതിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, രണ്ടാമത്തെ യൂട്ടിലിറ്റി ടെക്സ്റ്റ് ബുക്കിൽ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി 18. അപ്പോൾ 18 എന്നിടത്ത് നമ്മളൊരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. കണ്ടോ? ഇനി മൂന്നാമത്തെ യൂണിറ്റ് 24 എന്ന പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തുന്നു. ഏകദേശം ഈ ഭാഗത്താണ് എന്ന് കരുതുക. അങ്ങനെ ടോട്ടൽ യൂട്ടിലിറ്റിയെ നമ്മൾ ബന്ധിപ്പിച്ച ആ പോയിന്റ് ഇങ്ങനെ ബേസ് ചെയ്ത് നോക്കൂ, ഇവിടെ ആ ഗ്രാഫ് കാണാം. കണ്ടോ? ഇനി നമ്മൾ താഴെ എന്താ സൂചിപ്പിക്കേണ്ടത്? MU ആണ്. ഒന്നാമത്തെ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടിയ MU എത്രയാ? 10. നോക്കൂ, 10ൽ നിന്ന് തുടങ്ങുന്നു. രണ്ടാമത്തെ വസ്തുവിൽ നിന്ന് കിട്ടിയ യൂട്ടിലിറ്റി എത്രയാ? 8. അപ്പോൾ 2 എന്നതിന് നേരെ എന്ത് ചെയ്യുന്നു? 8 എന്നതിനെയും ബന്ധിപ്പിക്കുന്ന പോയിന്റ് അടയാളപ്പെടുത്തുന്നു. കണ്ടോ? ഇനി മൂന്നാമത്തെ യൂണിറ്റ് കിട്ടിയപ്പോൾ കിട്ടിയ MU എത്രയാ? 6 അല്ലേ? 6. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ 6 എന്നതിനെയും ബന്ധിപ്പിച്ചൊരു പോയിന്റ് വരക്കുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഓരോ പോയിന്റുകളും വരച്ചാൽ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ഇവിടെ കാണാം. ആറാമത്തെ യൂണിറ്റ് കഴിയുമ്പോൾ 0-ലെത്തുന്നത് കണ്ടോ? MU കണ്ടോ? മുകളിലെ ടേബിളിൽ ആറാമത്തെ യൂണിറ്റിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? MU 0-ലെത്തുന്നു. അതിങ്ങനെ ഒരു പ്രത്യേക ഗ്രാഫിൽ വന്ന് 6-ലെത്തുമ്പോൾ 0-ലെത്തുന്നതായി കാണാം. ക്ലിയർ ആണോ? 6 ഈ പോയിന്റ് ബന്ധിപ്പിച്ച നേരെ ഇവിടെ 0-ലെത്തും. മനസ്സിലായോ? ഈ പോയിന്റ് 0-ലെത്തുന്നു. കണ്ടോ? അപ്പോൾ ആറാമത്തെ MU അതിനുശേഷം അത് നെഗറ്റീവിലാണ് പോകുന്നത്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന MU കുറഞ്ഞു വരുന്നു. ഇത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു ഡയഗ്രമാണ്. മനസ്സിലായോ? ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ അത് വിശദീകരിച്ചതാണ്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ഇതോടുകൂടി ക്ലിയറാണ്, കംപ്ലീറ്റ് ആണ്. എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി? ടോട്ടൽ യൂട്ടിലിറ്റി എന്നാൽ എന്ത്? മാർജിനൽ യൂട്ടിലിറ്റി എന്നാൽ എന്ത്? ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാൽ എന്ത്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാൽ എന്ത്? അത് കഴിഞ്ഞ് അതെങ്ങനെ ഒരു ഡയഗ്രത്തിലൂടെ വിശദീകരിക്കാം. ചിലപ്പോൾ ചോദ്യത്തിൽ MU മാത്രം തരും. അതിൽ നിന്ന് ടോട്ടൽ യൂട്ടിലിറ്റി കണ്ടെത്തണം, എന്നിട്ട് ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ വിശദീകരിക്കാൻ കൂടി പറയും. എന്തു വന്നാലും കാർഡിനൽ യൂട്ടിലിറ്റി വെച്ചുകൊണ്ടുള്ള അപഗ്രഥനം നമുക്ക് എളുപ്പത്തിൽ സാധ്യമാകണം. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു.